നമുക്ക് സീരിയസ് ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അല്ല അത് തന്നെയാണ് ബ്രോ. നമ്മളുടെ ചാനൽ ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ചാനൽ പോകുന്നു, ഇതുവരെ ചാനൽ അങ്ങോട്ട് പുഷാവുന്നില്ല. എന്താണ് ബ്രോ കാര്യം? അത് എനിക്ക് തോന്നുന്നു ബ്രോ, അത് ഇപ്പം എന്താണ് ഇതിൽ പറയാൻ പറ്റുക ബ്രോ. നമ്മളൊരു ശ്രമം നടത്തുന്നതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ പല വീഡിയോസും ചെയ്യുന്നുണ്ട്. നമ്മൾ പറ്റുന്ന എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പം എനിക്ക് തോന്നുന്നത് നമ്മളൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ആൾക്കാരാവാൻ ചാൻസ് ഇല്ല. അതാവാം. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇൻഫർമേഷൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിമിതിയുണ്ട്. അത് തന്നെ ആവണം എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൻ്റെ ഒരു ഗ്രോത്ത് കുറവ്. നമ്മൾ ഈ ഒരു പരിപാടി മാറ്റി പിടിച്ചാലേ ചിലപ്പം വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആലോചിക്കുന്നത് ഒരാളിനെ അങ്ങ് മാറ്റിയാലോ എന്നാ. ബ്രോയിനെ ആയിരിക്കും, എനിക്കറിയാം. അല്ല ബ്രോ, എനിക്കറിയാം. ഞാനത് പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ചക്കിന് വഹിച്ചത് കൊക്കിന് കൊണ്ട പരിപാടിയായിപ്പോയി. അപ്പോൾ എന്തായാലും സീരിയസ് ഡിസ്കഷനിലേക്ക് വരാം. എന്താണ് ബ്രോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വേറെ ഏതെങ്കിലും ചാനൽ നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കിയാലോ? ഇല്ല, അതാണ് എനിക്ക് ഇപ്പം നമ്മളെപ്പോഴും കറണ്ട് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നോക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ അനലിറ്റിക്സും പരിപാടിയൊക്കെ വായിക്കുമ്പോൾ അവരതാണ് പറയുന്നത്, കറണ്ട് ട്രെൻഡിങ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്താൽ നമുക്ക് പിടിച്ചിരിക്കാം എന്നുള്ളതാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കാം, നമുക്ക് ഞാൻ എടുത്ത് നോക്കാം ഏതെങ്കിലും അങ്ങനെയുള്ള പല സാധനങ്ങൾ നമ്മൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള എന്താണ്. ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കണ്ണാടി വെച്ചിട്ടില്ല. ഇതെന്തോ ബ്രോ, മലയും കുന്നോ യൂറോപ്പിലെ ഏതോ ഒരു പർവ്വത നിരകളാണല്ലോ, ആണോ? അല്ല ബ്രോ, നോക്കട്ടെ. കണ്ണാടിയൊക്കെ നല്ല കുഴപ്പമുണ്ട്. നല്ല പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. കടലാ ബ്രോ, നല്ലൊരു, എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ സൈഡിലുള്ള ഏതൊരു കടലാണെന്ന് തോന്നുന്നു. കടൽ ആംബിയൻസ് കാണുന്നില്ലേ? എനിക്കൊന്ന് മറ്റേ തിരുവനന്തപുരത്ത് മറ്റേ ഇതുണ്ടല്ലോ ബ്രോ, ഒരു യക്ഷിയുടെ ആ സൈറ്റ് വല്ലതും ആണോ ബ്രോ? യക്ഷിയുടെ ഒരു നഗ്ന അല്ലേ? അതെ അതെ അതെ, ഇത് നമ്മുടെ മറ്റേ ശംഖുവെന്നുള്ള സംഭവമാണോ? കടൽ മറ്റേ മത്സ്യകന്യക കിടക്കുന്ന പോലെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഇത് കണ്ടില്ലേ ബ്രോ, ഇത് നല്ല വ്യൂസ് ഉണ്ട്, ഇഷ്ടംപോലെ ലൈക്സ് ഉണ്ട്. കേട്ടോ, ഇതുപോലെയൊക്കെയുള്ള കണ്ടന്റ് ഒക്കെ ചെയ്താൽ സത്യം പറഞ്ഞാൽ വ്യൂസ് കിട്ടും. പക്ഷെ ആര് ജട്ടിയിടും? നിങ്ങൾ തന്നെ ഇടേണ്ടി വരും. അല്ല ബ്രോ, ചട്ടി ഇട്ടിട്ട് ഇറക്കി ഓടുക. ഏറ്റവും ബെസ്റ്റ് പരിപാടി 2 ബലൂൺ വാങ്ങിക്കുക, വെള്ളം നിറയ്ക്കുക, ഫ്രണ്ടിൽ മീറ്റ് ചെയ്യുക. അല്ല, അത് ഭയങ്കര പ്രധാനമാണ്. കാരണം നമ്മൾ വെറുതെ കട്ടിയിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് ഇതുപോലുള്ള എക്യുപ്മെന്റ്സ് വേണം. നമ്മള് സന്നാഹങ്ങളോടെ ഇറങ്ങിയാല് പ്രേക്ഷകർ കാണും. അതല്ലെങ്കിൽ ഒന്നീ സുന്ദരനായിരിക്കണം, ഇതിനപ്പുറം അല്ലെങ്കിൽ മറ്റേ നല്ല ജിം ബോഡിയൊക്കെ വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ ചീത്ത വിളിക്കുന്ന കുറെ വീഡിയോ ഇറങ്ങണം, അല്ലെങ്കിൽ നാട്ടുകാരെ ചീത്ത വിളിക്കുന്ന വീഡിയോ ഇറങ്ങണം. അപ്പോ നമുക്ക് രക്ഷയില്ല ബ്രോ, അതാണ് എന്റെ സത്യം. അതെ ബ്രോ, എനിക്ക് തോന്നുന്നത് രശ്മിയൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. അതുപോലെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എന്തുമാത്രം ഇൻസ്പിറേഷൻ അവർ കൊടുക്കുന്നു. കാരണം സ്വന്തമായി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാനുള്ള ഒരു അവസരം. മാത്രമല്ല, കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് നമ്മളെ ഒത്തിരി അധികം ഇൻസ്പയർ ചെയ്ത് മാറ്റിയ ഒരു സ്ത്രീയാണ്. അല്ല, 100% ബ്രോ. കാരണം ഇന്നത്തെ ഇൻഡിപെൻഡന്റ് ഒരു കൾച്ചർ, അതായത് നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് രശ്മി മുന്നിൽ നിൽക്കുകയാണ്. മാത്രമല്ല ബ്രോ, ആലോചിച്ചു, മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഇതുപോലെ തന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് രശ്മി പശുപാലൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് അല്ലെ ജയിലിലൊക്കെ കടന്ന്, എന്നിട്ടും അവര് വളരെ തീവ്രവാദികൾ ശക്തിയോടുകൂടെ പുറമേ വന്നു. ഇപ്പം വലിയൊരു ചാനൽ നടത്തുന്നു, എത്രയോ ലക്ഷക്കണക്കിന് ആരാധകർ. ഇന്നും ആ സമരത്തിനായി പോയ ലവ് ജിഹാദ് സമരത്തിന് പോയ ഒരുപാട് ആൾക്കാർ ഇന്നും അവരെ ആരാധിക്കുന്നുണ്ട്. കാരണം അന്ന് അവർ ചെയ്ത ആ ഒരു സൽക്കർമ്മം കാരണം എത്ര പേരുടെ ജീവിതം മാറി പറഞ്ഞു. മാത്രമല്ല ബ്രോ, ഇവരെ കമന്റുകൾ കാണണം, എന്റെ പൊന്നു ചേച്ചി എന്നൊക്കെ പറയുന്നുള്ള കമന്റുകൾ, ആ ഒരു ആരാധനയും സ്നേഹവും ഒക്കെ അല്ലേ. പിന്നെ നമ്മളിവിടെ എന്ത് കാണിച്ചായിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലില്ല. മാത്രമല്ല ഹസ്ബൻഡ് തന്നെ എന്ത് വലിയൊരു മുൻഉദാഹരണമാണ് അദ്ദേഹം. പശുപാൽ അദ്ദേഹത്തിനൊക്കെ നമ്മൾ സമ്മതിക്കേണ്ട ഒരു വ്യക്തിയാണ്. 100%. ഇപ്പോ കണ്ടില്ലേ, രശ്മിക്ക് ബാംഗ്ലൂരിൽ കണ്ടവരോട് ജീവിക്കാനുള്ള ഒരു അവസരം അത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ആൾക്കാർക്കേ പറ്റൂ. രശ്മി നടക്കുന്ന ഒരാളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ ആരാണ് പശുപാൽ? ആരാണ്? ഇപ്പൊ ഒരു 3-4 പേരുണ്ടല്ലോ, ഇതിൽ ഏതാണ് പശു ഏതാണ് പാൽ? പശുവിനെ ആരാണെന്ന് പറഞ്ഞൂടെ, പാലാരെന്ന് പറഞ്ഞൂടെ. രശ്മിക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ ചെയ്യാം. കാരണം അത് ഇന്നത്തെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മാതൃകയാണ്. കാരണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാം. വളരെ സത്യം പറഞ്ഞാൽ രശ്മി എന്നുള്ള പേര് ഇവനും പശുപാലൻ എന്ന് പറയുന്ന പേര് രശ്മിക്കും കൊടുക്കണ്ട. അക്യുറേറ്റ് ആയിട്ടുള്ള അനാലിസിസ് പശുപതി എന്നൊക്കെ പറയുന്ന പോലെ. തീർച്ചയായിട്ടും. അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബ്രോ, ഇപ്പം ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ മുക്കാലും ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ നല്ല റീച്ച് ഉണ്ട് ബ്രോ. അപ്പോൾ എനിക്കും തോന്നുന്നത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രാക്ക് പിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇതോടെ ചാനൽ വെച്ച് കൂട്ടുക. തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു മോഡലിനെ ഇറക്കിയേ പറ്റുള്ളൂ. അതേ ഉള്ളൂ. അതെ. അപ്പോൾ ഒരു കാര്യം വല്ല ട്രാൻസ്പ്ലാന്റോ അല്ലെങ്കിൽ ചെയ്യാൻ റെഡി ആയി ബ്രോ. ഞാൻ എന്തായാലും ടർക്കിയിലേക്കുള്ള ഫ്ലൈറ്റ് നോക്കട്ടെ, അവിടെ ആകുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ഒക്കെ എളുപ്പമാണ്. ബ്രോയ്ക്ക് ഒരു ഫ്ലൈറ്റും ബുക്ക് ചെയ്ത് തന്നു വിടുന്നു. അപ്പോൾ അടുത്ത പ്രേക്ഷകരെ നമ്മളൊരു സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ഡൈനീഷ്യസ് ടർക്കിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം ചാനലിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത്
അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അല്ല, എക്സ്ട്രാ ഫിറ്റിംഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടം ഇതാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക്, ഞങ്ങൾ ആ വീഡിയോസ് കണ്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ച് സപ്പോർട്ട് ചെയ്ത് ലൈക്കുകളും നല്ല നല്ല മനോഹരമായ കമന്റുകളും കുറച്ച് പൈസകളും എല്ലാം അയച്ചു തരിക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എന്താ ബ്രോ? തീർച്ചയായിട്ടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു പുതിയ സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞങ്ങൾ ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് വീഡിയോസ്, ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ ട്രെൻഡിങ്ങും പല പല വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ, നമ്മളുടേതായ ഓപ്പൺ കോൺവെർസേഷൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ളൊരു സംഭവത്തിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും വീഡിയോസൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയച്ചു തരിക. അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. കമൻറ്റ് ചെയ്യുക. രശ്മിയുടെ പ്രിയപ്പെട്ട ആരാധകരാണെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കമന്റ് ചെയ്യുക അല്ലേ? 100%. നമ്മൾ എന്തായാലും എല്ലാവരും പേഴ്സണൽ സ്പേസിൽ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്കും വെറുപ്പിക്കൽ ടീംസ് അല്ലെങ്കിൽ അരോചകം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരെ നിങ്ങൾക്ക് തോന്നാറുണ്ടെങ്കിൽ അത് UK യിലുള്ളതായിട്ട് ആരായിക്കോട്ടെ അയച്ചിടുക, നമ്മളും കാണാം. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യും. എന്തായാലും വെറുപ്പിക്കൽ അരോചകം എന്നൊക്കെ പറയുന്നു. രശ്മി ഏത് ഫോട്ടോയ്ക്കകത്ത് ഏത് സീനിൽ ഏത് ഡ്രസ് ഇട്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയും. അതാണ് മറ്റൊരു സത്യം. എനിവേ, എന്തായാലും താങ്ക് യു സോ മച്ച്. അതെ. അപ്പോൾ വീണ്ടും പുതിയ പുതിയ സെഗ്മെന്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.